സംസ്ഥാനത്ത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടുകൾ സംബന്ധിച്ച് നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും ദുരന്ത ബാധിതർക്കായി വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. 1.5 വർഷം പൂർത്തിയാകുമ്പോഴും പുനരധിവാസത്തിന്റെ അന്തിമ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഒരു ദിവസം കൊണ്ട് കിടപ്പാടം നഷ്ടമായ 451 പേരാണ് സർക്കാർ പട്ടികയിലുള്ള നിലവിലെ ഗുണഭോക്താക്കൾ. ഇതിൽ 104 കുടുംബങ്ങൾ 15 ലക്ഷം രൂപ വീതം കൈപ്പറ്റി ടൗൺഷിപ്പിൽ വീട് ആവശ്യമില്ലെന്നറിയിച്ച് മറ്റ് സംഘടനകളുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 347 കുടുംബങ്ങൾക്കാണ് ടൗൺഷിപ്പിൽ സർക്കാർ വീട് നൽകുന്നത്. എന്നാൽ 410 വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ദുരന്തം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നിന്ന് മാറണമെന്നാഗ്രഹിച്ച കുടുംബങ്ങളും സംഘടനകളുടെ പുനരധിവാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 1200 വീടുകളാണ് വിവിധ സംഘടനകളും വ്യക്തികളും പുനരധിവാസത്തിനായി വാഗ്ദാനം ചെയ്തത്. കർണാടക സർക്കാർ 100 വീട്, കോൺഗ്രസ് 100, യൂത്ത് കോൺഗ്രസ് 30, DYFI 25, KNM 50, മുസ്ലിം ലീഗ് 104, ഓർത്തഡോക്സ് സഭ 50 വീട് എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ. 1.5 വർഷത്തിനിടയിൽ വിവിധ സംഘടനകളും വ്യക്തികളും വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയിട്ടുണ്ട്. വീടുകൾ പ്രഖ്യാപിച്ച കർണാടക സർക്കാരും DYFIയും സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് തുക കൈമാറി. ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അടുത്ത മാസത്തോടെ ദുരന്തബാധിതർക്ക് വീടുകൾ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. വീടുകൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റു സംഘടനകൾ ഗുണഭോക്താക്കളെ കണ്ടെത്തി വീട് നിർമ്മാണം ആരംഭിച്ചു. അതേസമയം 100 വീടുകൾ വാഗ്ദാനം ചെയ്ത കോൺഗ്രസിനും 30 വീടുകൾ വാഗ്ദാനം ചെയ്ത യൂത്ത് കോൺഗ്രസിനും ഇതുവരെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദുരന്തം സംഭവിച്ച് 1.5 വർഷം പൂർത്തിയാകുമ്പോഴും പുനരധിവാസത്തിന്റെ അന്തിമ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിനും സാധിച്ചിട്ടില്ല. ഉരുൾപൊട്ടൽ ദുരന്തം പൂർണ്ണമായും ബാധിച്ച ആളുകളെ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ലിസ്റ്റ് പുറത്തിറക്കിയത്. ഉരുൾപൊട്ടൽ ബാഹ്യവുമായി ബാധിച്ചവരെയും ബാധിക്കാൻ സാധ്യതയുള്ളവരെയും ഉൾപ്പെടുത്തിയാണ് സന്നദ്ധ സംഘടനകൾ വീടുകൾ പ്രഖ്യാപിച്ചത്. ഇതിൽ പകുതിയോളം വീടുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഇത്രയും വീടുകൾക്ക് അവകാശമായ ഗുണഭോക്താക്കൾ ഉണ്ടോ എന്നത്. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.